റൂമിലെത്തിയ മഹി വല്ലാത്ത പിരിമുറുക്കത്തിലാണ്. അവൻ്റെ മനസ്സ് പിടിവിട്ടു പോകുന്നത് അവൻ അറിയുന്നുണ്ട്. ചന്തു റൂമിൽ നിന്നും പോകുമ്പോൾ മനസ്സ് പറഞ്ഞു അവളെ നേരിടാൻ അമ്മ ഒരുങ്ങി നിൽപ്പുണ്ടാകുമെന്ന്. കാരണം അമ്മയുടെ ജീവനാണ് ലച്ചു. അവളെ ചന്തു തല്ലിയതറിഞ്ഞ അഭിനയവും നാടകവും നിർത്തി ശരിക്കുള്ള മുഖം പുറത്തെടുക്കുമെന്ന് അവനറിയാം. അമ്മയോട് ചന്തു എതിർക്കാൻ നിൽക്കില്ല എന്നവനറിയാം. അതുകൊണ്ട് തന്നെയാണ് അവൻ അവളുടെ പിന്നാലെ ചെന്നത്. താലിയിൽ സ്പർശിക്കാൻ ഒരുങ്ങിയ ലച്ചുവിനെ അവൾ തടഞ്ഞതും ദേഷ്യത്തോടെ തല്ലിയതും അവൾ പറഞ്ഞ വാക്കുകളുമാണ് അവൻ്റെ മനസ്സ് നിറയെ. മഹിയേട്ടൻ്റെ താലി കഴുത്തിൽ വീണപ്പോൾ മുതൽ അദ്ദേഹം എൻ്റേതാണ്, എൻ്റേത് മാത്രം എന്ന അവളുടെ വാക്കുകൾ, അതാണ് അവനെ പിരിമുറുക്കത്തിലാക്കുന്നത്. അവൻ വേഗം ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അവളെ ഇവിടേക്ക് കൂട്ടുമ്പോൾ മനസ്സിൽ കരുതിയതൊന്നുമല്ല ഇവിടിപ്പോൾ അരങ്ങേറുന്നത് എന്നവൻ മനസ്സിലോർത്തു. അവളെ ആരും തിരിച്ചറിഞ്ഞില്ല എന്നത് അവനെ അതിശയിപ്പിച്ചു. പെട്ടെന്ന് അവളിലെ ചന്ദനത്തിൻ്റെ ഗന്ധം അരികിലറിഞ്ഞതുപോലെ അവൻ തൻ്റെ നെഞ്ചൊന്നൊഴിഞ്ഞു. ഇപ്പോഴും അവളുടെ മുഖം അവിടെ അമർന്നിരിക്കുന്നത് പോലെ. അവൻ ഷർട്ട് മെല്ലെ ഉയർത്തി ഒന്ന് മണത്തു. അതെ, അവിടെ അവളുടെ ഗന്ധം. അവളെ കയ്യിൽ പിടിച്ച് അരികിലിരുത്തിയതും അമ്മയെ കാണിക്കാനാണെങ്കിലും അവളുടെ അരയിൽ കൈ ചുറ്റിയതും ഓർക്കുമ്പോൾ അവൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അവിടേക്ക് മെല്ലെ വന്ന ചന്തു അവൻ ആലോചനയോടെ നിൽക്കുന്നത് കണ്ട് തിരിഞ്ഞു. അവളുടെ ആ ചായ്വിൽ മറ്റെല്ലാം മറന്നതുപോലെ അവൻ ഇരുന്നതോർക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. അരികെ അവളുടെ സാമീപ്യം അറിഞ്ഞവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഡോ, ആ വിളിക്ക് ശക്തി കുറഞ്ഞു പോയിരുന്നു. അതവൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അവൾ പിടച്ചിലോടെ തിരിഞ്ഞു നോക്കുകയും ചെയ്തു. ഐ ആം വെരി സോറി. ഒരു തരം നിർവികാരതയോടെ അവൻ പറയുമ്പോൾ അവളുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. എന്തിനാ സർ? അവളുടെ ശബ്ദം പതിഞ്ഞു. അവളുടെ നാവിൽ നിന്നും വീണ്ടും സർ എന്ന വിളി അതവൻ പ്രതീക്ഷിച്ചില്ല. ഡോ, താൻ എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വിളിക്കുന്നത് എന്താണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. അവൻ പോലും അറിയാതെ അവൻ്റെ നാവത് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഹൃദയം കൊതിക്കുന്നത് അതാണ്, അവളുടെ നാവിൽ നിന്നും മഹിയേട്ടൻ എന്ന് കേൾക്കാൻ. അവൾ വിടർന്ന മിഴികൾ ഉയർത്തി അവനെ നോക്കി. അവൻ ആ നോട്ടം നേരിടാനാകാതെ തിരിഞ്ഞു. ഡോ, അത് അപ്പോ അമ്മയുടെ മുന്നിൽ? അറിയാം മഹിയേട്ടാ. അവൻ്റെ ഉള്ളൊന്ന് തുടിച്ചു. എനിക്കറിയാം മഹിയേട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന്. അവൾ പറഞ്ഞുകൊണ്ട് നടന്നു. അവളുടെ സാമീപ്യം അകന്നതും അവൻ ദീർഘമായൊന്ന് ശ്വസിച്ചു. മഹാദേവനും ദേവദേവനും റൂമിൽ ചർച്ചയിലാണ്. അവിടേക്ക് വന്ന ഉമയും ആരെയും അവരെ നോക്കി. എന്താ രണ്ടുപേരും കൂടി? നീ എന്താ ഉമേ ഒന്നും അറിയാത്തതുപോലെ? ഇവിടെ നടക്കുന്നതൊന്നും നീ കാണുന്നില്ലേ? ഞങ്ങൾ വീണ്ടും കളി തുടങ്ങാൻ തന്നെ തീരുമാനിച്ചു. ദേവും ദത്തും ഇന്നെത്തും. ആര്യ ഭയത്തോടെ ഉമയെ നോക്കി. അവരുടെ മുഖവും വിളറിയിരുന്നു. മോനാണെങ്കിലും ദത്തിൻ്റെ സ്വഭാവം ആര്യയ്ക്ക് നന്നായി അറിയാം. അവൻ വന്നാ അവരുടെ നെഞ്ച് ശക്തിയിൽ മിടിക്കാൻ തുടങ്ങി. ഉമ അവരുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അവർ മിഴികളുയർത്തിയതും കണ്ണുകൾ അടച്ച് സമാധാനിക്ക് എന്ന് കാട്ടി. ആര്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ പുറത്തേക്ക് പോയതും ഭർത്താക്കന്മാരെ ദയനീയമായി നോക്കിക്കൊണ്ട് അവരും പുറത്തേക്ക് പോയി. നിന്റെ ഭാര്യയ്ക്കത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. മഹാദേവൻ അനിയനെ നോക്കി. ഓ, അത് കാര്യമാക്കണ്ട. മക്കളെ നമ്മളാണ് വഴിതെറ്റിക്കുന്നതെന്ന ഭാവമാ അവൾക്ക്. അവന്മാർ നമ്മളെക്കാൾ മുറ്റാണെന്ന് ഇവർക്കറിയില്ലല്ലോ. ദേവന്റെ പറച്ചിൽ കേട്ട് മഹാദേവൻ ചിരിച്ചു. ആര്യേ, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ചേച്ചി കേട്ടില്ലേ? അടുത്ത കരുനീക്കം തുടങ്ങിക്കഴിഞ്ഞു. അവർ ഒരിക്കൽ രക്ഷപ്പെട്ടെന്ന് കരുതി എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. മക്കളുണ്ടായില്ലെങ്കിൽ മച്ചി എന്നൊരു പേര് മാത്രം സഹിച്ചാൽ മതി. ഇതിപ്പോ... അവർ സാരിത്തലപ്പ് കൊണ്ട് വായ മൂടിക്കരഞ്ഞു. ഉമയ്ക്ക് ശരിക്കും വിഷമം തോന്നി. ഇഷ്ടമല്ലെങ്കിലും
പിടിച്ചു നിൽക്കാൻ വേണ്ടി ഓരോന്ന് കണ്ടില്ലെന്ന് നടിച്ച് ജീവിക്കുകയാണ് അവർ രണ്ടുപേരും. ആര്യേ, അങ്ങനെയാണേ എനിക്കും ഇല്ലേ ഒരു പുത്രി. പെണ്ണാണോ അവൾ? നിനക്ക് ദത്ത് ഒരാണാണെന്ന് പറഞ്ഞ് സമാധാനിക്കാം. ഞാനോ? അവരുടെ സ്വരം ഇടറിപ്പോയി. വന്നിട്ട് ഈ നേരമായിട്ടും എന്നോടൊന്നും മിണ്ടിയിട്ട് പോലുമില്ല. അവൾ കപ്പച്ചിയാണല്ലോ സർവവും. കണ്ണും ചെവിയും പൂട്ടി നമുക്കിവിടെ കഴിയാം മോളെ. ഉമ്മ അവരെ ചേർത്ത് പിടിച്ചു. ചേച്ചി, അവർ ഉറക്ക കരഞ്ഞു. അമ്മ. ദേവുവിൻ്റെ ഒച്ച കേട്ടതും ആര്യ പെട്ടെന്ന് മുഖം അമർത്തി തുടച്ചു. എന്താ വല്യമ്മേ രണ്ടാളും കൂടി? അമ്മ കരഞ്ഞോ? മുഖം കൂർപ്പിച്ച് അവൾ ചോദിച്ചു. നിന്റെ ഏട്ടന്മാർ വരുന്നുണ്ട്. ഓ, അതിൻ്റെയാണോ ഈ വേദന? അതിന് നിങ്ങൾ വേദനിക്കണ്ട. ഈ വരവിൽ ഒന്നുകിൽ അവർ നന്നാവും, ഇല്ലെങ്കിൽ... അവൾ പാതിയിൽ നിർത്തി. ലച്ചുവേച്ചി എവിടെ വല്യമ്മേ? ആർക്കറിയാം മോളെ. അവരുടെ കണ്ണിൽ വേദന നിഴലിച്ചു. സാരമില്ല വല്യമ്മേ, എല്ലാം ശരിയാകും. ശരിയാക്കും മഹിയേട്ടൻ. അതവൾ മനസ്സിലാണ് പറഞ്ഞത്. മോളെ. ലച്ചു. തൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന അവളെ നോക്കി മഹേശ്വരി സ്നേഹത്തോടെ വിളിച്ചു. എന്താ നിന്റെ തീരുമാനം? അവൾ കയ്യെത്തി ഫോണെടുത്തു. ഒരു നമ്പർ ഡയൽ ചെയ്ത് കാതിലേക്ക് ചേർത്ത് പിടിച്ചു. ലച്ചു. എടാ, എനിക്ക് നിന്റെ സഹായം വേണം. അറിയാടി, ഒരമണിക്കൂർ നിന്റെ മുന്നിലുണ്ടാകും ഞാൻ. സത്യമാണോടാ? അവളുടെ കണ്ണുകൾ തിളങ്ങി. അതേടി, നിന്റെ ആവശ്യം അതെന്താണോ അത് ഞാൻ സാധിച്ചു തന്നിരിക്കും. കോൾ കട്ടായതും മഹേശ്വരി ചിരിയോടെ നോക്കി. അപ്പച്ചി, ഇനി കളി കൊഴുക്കും. കൊഴുക്കട്ടെ. അവളുടെ അഹങ്കാരം അത് തീർത്തു കൊടുക്കണം. അവരുടെ കണ്ണിൽ പകയെരിഞ്ഞു. പല്ലുകൾ ഞെരിഞ്ഞമർന്നു. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് ശരത്ത് മുറ്റത്തുനിന്ന് അകത്തേക്ക് കയറിയത്. മാനേജർ രഘു എന്ന് കണ്ടതും അവൻ്റെ കണ്ണിൽ സംശയം നിറഞ്ഞു. അവൻ പെട്ടെന്ന് ഫോൺ എടുത്തു. സർ. ആ, ശരത്. പറഞ്ഞോളൂ സർ. ചേച്ചിക്ക് സുഖാണല്ലോ അല്ലേ സർ? അതെ ശരത്, ഞാനിപ്പോൾ വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. എന്താ സർ? ചാന്ദിനിയുടെ അനിയത്തിക്ക് സർജറി വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതെ സർ. ശരത് അതിനുള്ള ഏർപ്പാട് ചെയ്തോളൂ. പണം ഞാനെത്തിക്കാം. സർ? കേട്ടത് വിശ്വസിക്കാനാകാതെ ശരത്ത് വിളിച്ചുപോയി. അതെ ശരത്, നമ്മുടെ കമ്പനി ഇങ്ങനെ ചാരിറ്റി ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത് ചാരിറ്റി അല്ല. ചാന്ദിനിയുടെ സിസ്റ്റർക്ക് ഒരു കുഴപ്പം വന്നാൽ അതെനിക്ക് വിഷമമാണ്. കൊച്ചുകുട്ടിയല്ലേ, ചികിത്സ കിട്ടാതുകൊണ്ട് അതിൻ്റെ ജീവിതം നഷ്ടപ്പെടരുത്. ശരത്ത് അന്വേഷിക്കൂ. സർ, അന്വേഷിക്കാനൊന്നുമില്ല. മൊത്തത്തിൽ 12 ലക്ഷം രൂപയാകും. ബൈപ്പാസാണ് പവിക്ക് വേണ്ടത്. ക്യാഷ് എപ്പോൾ റെഡിയാകുന്നോ അപ്പോൾ അഡ്മിറ്റ് ആക്കാനാണ് ഡോക്ടർ അറിയിച്ചത്. ശരി ശരത്, എന്നാ നാളെ തന്നെ അവരെയും കൂട്ടി കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം മറക്കാതെടുത്ത് നേരെ അപ്പോളോയിലെത്തൂ. വണ്ടി ഞാൻ അയക്കാം. സർ? വിശ്വസിക്കാൻ കഴിയാതെ അവൻ്റെ സ്വരം വിറച്ചു. എന്താ ശരത്? സർ, ഞങ്ങൾ എങ്ങനെ ഈ കടം വീട്ടിക്കൊള്ളാം സർ? എല്ലാ കടങ്ങളും അങ്ങനെ വീട്ടി തീർക്കാൻ കഴിയില്ല ശരത്. ഞാൻ പറഞ്ഞത് ചെയ്. വണ്ടിയുമായി ഡ്രൈവർ ഇന്ന് തന്നെ എത്തും. നാളെ വെളുപ്പിന് തന്നെ പുറപ്പെട്ടോളൂ. നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഞാനുണ്ടാകും അവിടെ. സർ, ചന്തുവേച്ചി കൊണ്ടുവരാം ശരത്. അയാൾ ഫോൺ വച്ചതും ശരത്ത് സ്വപ്നമാണോ എന്ന മട്ടിൽ നിൽക്കുവാണ്. ഡാ ചെക്ക. അവൻ്റെ നിൽപ്പ് കണ്ട ശാരദ അവനെ തട്ടി. എന്താടാ മിഴിച്ച് നിൽക്കുന്നേ? ആരാ വിളിച്ചത്? അമ്മ, ചന്തുവേച്ചിയുടെ മാനേജറാ വിളിച്ചത്. നമ്മുടെ പവിയുടെ സർജറി അവരുടെ കമ്പനി ഏറ്റെടുത്ത് നടത്തി തരുമെന്ന്. അവർ ഇന്ന് തന്നെ വണ്ടി അയക്കും. നാളെ തന്നെ അപ്പോളോയിൽ എത്താൻ പറഞ്ഞു. എൻ്റെ മഹാദേവാ, ഇതാണ് മോനെ പറയുന്നത് പാവങ്ങൾക്ക് ദൈവം തുണയുണ്ടെന്ന്. ഞാൻ പോയി വിവരം പറഞ്ഞിട്ട് വരാമേ. ശരി മോനെ,
നീ ചെല്ല്, ഞാനും അങ്ങോട്ട് വന്നോളാം. ശരത്ത് ഓടിയിറങ്ങി ഒരു പാച്ചിലായിരുന്നു. അവൻ ഓടിച്ചെന്ന് വാതിലിലേക്ക് ചാടി കയറിയതും പുറത്തേക്ക് വന്ന പാറുവുമായി കൂട്ടിയിടിച്ചു. അയ്യോ! രണ്ടും ദേ നിലത്തേക്ക് പഠോന്ന് വീണു. കൃത്യം അവളുടെ മുകളിലായി അവൻ്റെ ലാൻഡിങ്. അവൻ്റെ ശരീരം അമർന്നതും അവൾ മിഴിച്ചു നോക്കി. എന്താ കിച്ച? പവി എവിടെ പാറു? അവളകത്തുണ്ട്. എന്താ കിച്ച? അവളുടെ ആ അമ്പരന്ന മുഖവും തങ്ങളുടെ കിടപ്പും. എൻ്റെ പാറൂസേ! അവൻ പെട്ടെന്ന് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവൾ വിറച്ചുപോയി. അവളുടെ മൃദുലതയുടെ സ്പർശം നെഞ്ചിലമർന്നതും അവൻ്റെ ശരീരം വിറച്ചുപോയി. അവൻ അവളുടെ കഴുത്തിൽ കടിച്ചു നുണഞ്ഞു. കിച്ച! അവന് പെട്ടെന്ന് സ്ഥലകാലബോധം വീണു. ഈ പെണ്ണിനെ കണ്ട താൻ എല്ലാം മറക്കും. അവൻ അവളുടെ മൂക്കിൽ മൂക്കുരസിക്കൊണ്ട് മെല്ലെ അവളുടെ കണ്ണിലേക്ക് നോക്കി. കോളേജിൽ പോയില്ലേ? പോകാൻ തുടങ്ങുമായിരുന്നു. എന്നാൽ ഇനി കുറച്ച് ദിവസം പോണ്ട. ഹലോ, ഇതെന്താ ഇവിടെ നടക്കുന്നേ? ഇളിയിൽ കൈകുത്തി നിന്ന് കണ്ണുരുട്ടി അവരെ നോക്കുന്ന കാന്താരി. ശരത്ത് ചിരിയോടെ ഉയർന്നു നോക്കി. എന്താടി ഉണ്ടക്കണ്ണി? അല്ല, ഇതെന്താ ഡ്രൈവർ ഇന്നിങ്ങോട്ട്? എനിക്കെൻ്റെ പെണ്ണിനെ കാണാൻ തോന്നി, വന്നു. എന്തേ, വേലൂന് പിടിച്ചില്ലേ? അവൾ മുഖം വീർപ്പിച്ചു പിടിച്ചു. അതോടെ ശരത്ത് കുസൃതിയോടെ പാറുവിൻ്റെ കവിളിൽ അമർത്തി ഉമ്മ വച്ച് അവളെ നോക്കി കണ്ണിറുക്കി. പവിയുടെ കണ്ണ് തള്ളിപ്പോയി. യോ, ദോ ശാരദേച്ചി! അവൾ വിളിച്ചു പറഞ്ഞതും ശരത്ത് ചിരിച്ചു. പിന്നെ പൊടി കാന്താരി, നീ കള്ളം പറഞ്ഞാ ഞാൻ പേടിക്കുവോ? എന്നാ പേടിക്കണ്ട, കാണട്ടെ മോൻ്റെ തനി കോണം. അവൾ പുച്ഛിച്ചു. പൊടി! അവൻ വീണ്ടും പാർവിലേക്ക് ചുണ്ടുകൾ താഴ്ത്താൻ തുടങ്ങിയതും മോളെ എന്നൊരു വിളിയുമായി ശാരദ എത്തിയതും ഒരുമിച്ചായിരുന്നു. ശരത്ത് ഞെട്ടിപ്പോയി. അവൻ ചാടിപ്പിടച്ചെണീറ്റ് പാർവിനെയും വലിച്ചുയർത്തി. ഹേ, എന്താടാ ചെക്ക? ആകെ വല്ലാതെ വിളറി നിൽക്കുന്ന അവനെ നോക്കി അവർ കണ്ണു ചുരുക്കി. അതോ, ഡ്രൈവർ ഓടി വന്ന് കൊച്ചേച്ചിയെ തട്ടിമറിച്ചിട്ടു. ദേ, ചേച്ചിയുടെ മുട്ട് പൊട്ടിയിട്ടുണ്ട്. ഇവൻ്റെ പാച്ചിൽ കണ്ടപ്പോഴേ ഞാൻ കരുതി. നോക്കട്ടെ മോളെ. ഷോ, ഈ ചെക്കനെ കൊണ്ട് തോറ്റു. ശരത്ത് ആശ്വാസത്തോടെ പവിയെ നോക്കി പല്ലിളിച്ചു. പൊടാ കൊരങ്ങ! പവി ചുണ്ടിൽ വെച്ച് വിളിച്ചു. പൊടി! പറയണോ? അവൻ വീണ്ടും വിളിച്ചു. അമ്മ എവിടെ മോളെ? അകത്തുണ്ട്. എന്നാ വാ, ഒരു കാര്യമുണ്ട്. അവർ അകത്തേക്ക് നടന്നു. ഒപ്പം വാലുപോലെ മൂവരും. നടക്കുമ്പോൾ പവിയെ നോക്കി അവൻ കോക്രി കുത്തുന്നുണ്ട്. അവൾ അവനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ശാരദ എല്ലാവരോടും വിവരം പറഞ്ഞതും പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കുഞ്ഞാ, പേടിയുണ്ടോ നിനക്ക്? ഒന്നും മിണ്ടാതെ നിൽക്കുന്ന പവിയുടെ തലയിൽ തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചു. ഞാൻ എന്തിനാ ചേട്ടായി പേടിക്കുന്നേ? എനിക്കൊരു പേടിയില്ല. നിങ്ങളാരും പേടിക്കാതിരുന്നാൽ മാത്രം മതി. അവൾ ചിരിയോടെ പറഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചു, തലയിൽ ചുംബിച്ചു. 3 ജോഡി കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഡീ! വാതിലിൽ ദത്തിന്റെ ശബ്ദം കേട്ടതും ലച്ചു ചാടി എണീറ്റു. അവളുടെ കണ്ണിൽ 1000 നക്ഷത്രം ഒന്നിച്ചു തെളിഞ്ഞു. അവൾ ഒറ്റ ചാട്ടത്തിന് അവനെ കെട്ടിപ്പിടിച്ചു. അവൻ അവളെ എടുത്തുയർത്തി വട്ടം കറക്കി. ഡാ, നീ വന്നല്ലോ, മതി, എനിക്കത് മതി. അവൻ അവളെ താഴേക്ക് നിർത്തി. മോനെ. മഹേശ്വരി അവനെ നെഞ്ചിലേക്ക് ചേർത്തു. ദേവ് എവിടെ മോനെ? ഞാനിവിടെ ഉണ്ടപ്പച്ചി. പിന്നിൽ ബാഗുമായി നിൽക്കുന്ന ദേവ്. ലച്ചു അവനെ നോക്കി ഒന്ന് ചുണ്ടുകൊട്ടി. അവൾക്ക് സ്വന്തം ബ്രോയെ അത്ര പിടുത്തമല്ല. എന്താടി, എന്നെ കണ്ടിട്ട് നിന്റെ മോന്ത വവ്വാൽ ചപ്പിയ പോലെ ആയത്? പോടാ മൊരപ്പൊട്ടി! ഇടി, നിന്നെ ഞാൻ! ദേവ് കയ്യോങ്ങി. ഓ, തമ്മി കണ്ട ഉടനെ തുടങ്ങിക്കോണം. ദത്ത് അവരെ നോക്കി ദഹിപ്പിച്ചു. എവിടെ അപ്പച്ചി കുടുംബത്തിലെ പുതിയ അവകാശി? അവൻ പുച്ഛത്തോടെ ചോദിച്ചു. മോളിലുണ്ട്. അവൾ വന്നേ പിന്നെ അവന് പുറത്തോട്ടിറങ്ങാൻ സമയമില്ല. ഓ, അതിനും മാത്രം ഉണ്ടോ മുതൽ?
ഒന്ന് കണ്ടു നോക്കടാ, ലച്ചു വഷളം ചിരിയോടെ പറഞ്ഞു. അതിനല്ലേടി ഞാൻ വന്നത് തന്നെ. അവൻ്റെ കണ്ണിൽ കുടിലത നിറഞ്ഞു. മഹി റെഡിയായി ചന്തുവിനെ തിരഞ്ഞു നടന്നു. ഡോ, ഞാൻ ഓഫീസിൽ വരെ പോവുക. അജയ് വിളിച്ചിരുന്നു, ക്യാഷ് റെഡിയാണെന്ന്. ആ, പോയിട്ട് വാ മഹിയേട്ടാ, അവൾ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. ബാൽക്കണിയിലെ ചെടികളെ പരിപാലിക്കുന്നവൾ തന്നെ ഒന്ന് നോക്കാത്തത് അവനെ എവിടെയോ ഒന്ന് നോവിച്ചു. അവൻ തിരിയാൻ തുടങ്ങുമ്പോഴാണ് കാറ്റിൽ ഇളകിയാടുന്ന സാരിയുടെ വിടവിലൂടെ വെളുത്തണിവയർ അവന് മുന്നിൽ ദൃശ്യമായത്. അവൻ്റെ കണ്ണുകൾ സ്റ്റക്കായി അവിടെ നിന്നു. ഒപ്പം ചുവപ്പ് നിറം കലർന്ന അവിടെ അഗാധമായ ഗർത്തം കണ്ടതും അവൻ ഉമിനീർ വിഴുങ്ങിപ്പോയി. അവൻ്റെ കാലുകൾ അറിയാതെ അവളുടെ അടുത്തേക്ക് ചലിച്ചു.